எல்லாம் வரக்கூடாது. யாரை பார்க்கணும்? யாரு? ப்ளீஸ் என் ஹஸ்பண்ட் கொஞ்சம் பொறுமையா இரு. சொன்னா கேளு. உள்ள எல்லாம் யாரும் போக கூடாது. உள்ள விடுங்களா ப்ளீஸ். கொஞ்சம் வெயிட் பண்ணுமா. டாக்டர் சந்திரிகா மேடம் வருவாங்க, பார்க்கலாம். எங்க போறமா? அங்க போக கூடாது. சொன்னா கேளு. நான் டாக்டர் சொல்றேன்ல. இரு டாக்டர் ஹஸ்பண்ட் அவருக்கு என்னாச்சு? എന്താ സിസ്റ്റർ? സോറി മാം, ആ ആക്സിഡന്റ് കേസാണ്. എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ കയറി വന്നതാ. ഡോക്ടർ എന്റെ ഹസ്ബൻഡ് എന്താ പറ്റിയത്? കാണാൻ പോലും സമ്മതിക്കുന്നില്ല. എന്നോട് അകത്തേക്ക് വിടാൻ പറ. പറയട്ടെ. ഇങ്ങനെ കരഞ്ഞു ബഹളം വെക്കാതെ. നിന്റെ കൂടെ വേറെ ആരും വന്നിട്ടില്ലേ? ഇല്ല ഡോക്ടർ, എനിക്കിവിടെ ആരും പരിചയമില്ല. എങ്ങനെയെങ്കിലും എന്റെ ഹസ്ബൻഡിനെ രക്ഷിക്കണം പ്ലീസ്. ആ രക്ഷിക്കാം. ആദ്യം നീ ഇവിടെ ഇരിക്കേ. ഡോക്ടർ എന്റെ ഹസ്ബൻഡ് ഇരിക്കേ. നോക്കൂ കുട്ടി, ഞാൻ പറയുന്നത് സമാധാനമായിട്ട് കേൾക്കണം. അയാൾക്ക് തലയ്ക്ക് നല്ല പരിക്കുണ്ട്. പിന്നെ ബ്ലീഡിങ് ഇതുവരെ നിന്നിട്ടില്ല. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. പക്ഷേ ഫർദർ ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്യണമെങ്കിൽ എന്തായാലും വലിയൊരു എമൗണ്ട് വേണ്ടി വരും. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും നല്ലത്. സിസ്റ്റർ അങ്ങനെ പറയല്ലേ ഡോക്ടർ. എന്റെ ഹസ്ബൻഡ് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ കാല് പിടിക്കാം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഡോക്ടർ. പ്ലീസ്. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. സാധാരണ ഇങ്ങനെയുള്ള കേസുകളോടെ അഡ്മിറ്റ് ചെയ്യാൻ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. പക്ഷേ അയാളുടെ സിറ്റുവേഷൻ ക്രിറ്റിക്കൽ ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ഐസിയിൽ കയറ്റിയത് തന്നെ. ഇവിടെ ഇതിൽ കൂടുതൽ ചെയ്യാനുള്ള റൈറ്റ്സ് എനിക്കില്ല. അയാളെ വേഗം ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കൂ. അയ്യോ ഡോക്ടർ. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? എത്രയും വേഗം വീട്ടുകാരെ അറിയിക്കാൻ നോക്ക്. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. ഈ ബന്ധം എന്റെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇപ്പൊ ഞങ്ങൾ എവിടെയാന്ന് അറിഞ്ഞ അവര് ഞങ്ങളെ കൊന്നു കളയും. റിയലി സോറി സർ. இட்ஸ் ஓகே. வாட் ஹேப்பன் டாக்டர்? அந்த பொண்ணோட ஹஸ்பண்ட நம்ம ஹாஸ்பிட்டல்ல தான் அட்மிட் பண்ணியிருக்கோம். ஒரு ரோடு ஆக்சிடென்ட். கண்டிஷன் ரொம்ப கிரிட்டிக்கலா இருக்கு. பாவம், அந்த பொண்ணு கூட யாருமே இல்லை போல. நாங்கள் வேணா ஹெல்ப் பண்ணலாமா டாக்டர்? நீ வா. നോക്കൂ കുട്ടി, നീ കരയാതിരിക്കെ. നിന്റെ ഹസ്ബൻഡിനെ നമുക്ക് രക്ഷിക്കാം. അത് നീ എന്റെ ക്യാബിനിലുള്ള ആളെ ശ്രദ്ധിച്ചു. അദ്ദേഹം നിന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ് മാഡം. ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ കടം ഞങ്ങൾ ഉറപ്പായും വീട്ടും. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നിന്റെ ഹസ്ബൻഡിന്റെ ട്രീറ്റ്മെന്റിന് എത്ര ചെലവായാലും അത് അദ്ദേഹം കൊടുത്തോളും. പകരം നീ അദ്ദേഹത്തിന് ചെറിയൊരു ഹെൽപ്പ് ചെയ്യണം. ഒന്നുമില്ല, അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 15 വർഷമായി. പക്ഷേ ഇതുവരെയും കുട്ടികളില്ല. ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ചെയ്തു നോക്കി, ബട്ട് നോ യൂസ്. അദ്ദേഹത്തിന്റെ വൈഫിന് ഒരു കുട്ടിയെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇപ്പോൾ ഇതിന്റെ പേരിൽ അദ്ദേഹത്തെക്കുറിച്ച് ട്രോൾസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക. പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായിട്ടും പുള്ളിക്കാരൻ ഭയങ്കര അപ്സെറ്റാണ്. അപ്പോഴാണ് അവരൊരു വാടക ഗർഭപാത്രത്തിൻ്റെ പോസിബിലിറ്റി ആലോചിച്ചത്. പക്ഷേ അവരുടെ ടേംസുമായി ഒത്തുപോകുന്ന ആരെയും കിട്ടിയില്ല. അവരിപ്പം നിന്നെ കണ്ടപ്പോൾ നിനക്ക് സമ്മതമാണോന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്തായി പറയുന്നത്? ഞാനെങ്ങനെയാ അത്? ഞങ്ങളൊന്ന് ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഡോക്ടർ. ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തോട് സംസാരിച്ചു നോക്കാം. എന്താ ഇങ്ങനെ? ഈ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. സഹായിക്കണം പ്ലീസ് ഡോക്ടർ. സഹായിക്കണം എന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ? രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടിയപ്പോ അത് ചെയ്യാൻ വയ്യ. പിന്നെ ഇതൊന്നും ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമല്ല. നിനക്ക് പകരം വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ കണ്ണും പൂട്ടി സമ്മതിച്ചേ. നോക്ക്, നിനക്ക് ലൈഫ് ലോങ് ജീവിക്കാനുള്ളത് അദ്ദേഹം ചെയ്തു തരും. പകരം നീ അദ്ദേഹത്തിന് 10 മാസം ഒരു ജോലി ചെയ്തു കൊടുക്കണം. അത്രേ ഉള്ളൂ. മനസ്സിലായോ? നിനക്ക് പറ്റുമെങ്കിൽ പറ.
ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ശരി. ഏയ് നീ കരയാതിരിക്കേ. ഞാൻ എങ്ങനെ ചേച്ചി? എനിക്ക് തോന്നുന്നത് നിന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ ഈ ഒരു വഴിയേ ഉള്ളൂന്നാ. ആലോചിച്ച് സമയം കളയണ്ട. സിറ്റുവേഷൻ ക്രിട്ടിക്കൽ ആയിക്കൊണ്ടിരിക്കുക. എല്ലാ കാര്യവും അദ്ദേഹം നോക്കാന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ആദ്യം ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ധൈര്യമായിട്ടിരിക്കുക. അവനെ നമുക്ക് രക്ഷിക്കാം.